ഒരു വലിയ പ്രൊജക്റ്റ് വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ഒരു ആഘോഷം സാധാരണയാണ്. ആ ആഘോഷത്തിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കിട്ടുന്നത് ആ പ്രൊജക്റ്റ് മുമ്പിൽ നിന്ന് നയിച്ച ആൾക്കായിരിക്കും. അത്തരം ആഘോഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ലോകത്തിൽ ആദ്യമായി ഇത്തരത്തിലൊരു വലിയ പ്രൊജക്റ്റ് ചെയ്തയാളാണ് നോഹ. അതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു വലിയ പ്രൊജക്റ്റ്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പമുള്ള തടി കൊണ്ടുള്ള ഒരു വലിയ പെട്ടി ഉണ്ടാക്കാൻ നോഹയ്ക്ക് ദൈവം കൽപ്പന കൊടുത്തു. ആ പെട്ടി എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നോഹയ്ക്കറിയില്ലായിരുന്നു. ദൈവം എങ്ങനെ അത് പണിയണമെന്ന് വിശദമായ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. നോഹ അതുപോലെ അതനുസരിച്ച് പെട്ടകം പണിതു. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ് എന്ന് അത് പണിതപ്പോൾ നോഹയ്ക്ക് മനസ്സിലായി കാണില്ല. ആ പെട്ടകത്തിൻ്റെ പണി കഴിഞ്ഞ് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ഇരണ്ടിരണ്ടായി ആ പെട്ടകത്തിൽ കയറ്റി. അത് കഴിഞ്ഞ് ലോകത്തന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു പ്രതിഭാസമുണ്ടായി. മഴ. അതൊരു ചെറിയ മഴയായിരുന്നില്ല. 40 ദിവസങ്ങൾ നീണ്ടു നിന്ന തുടർച്ചയായ മഴ. അതൊരു ആഗോള പ്രളയത്തിന് കാരണമായി. കരയിൽ ഉണ്ടാക്കി വച്ചിരുന്ന തടി കൊണ്ടുള്ള ആ ഭീമൻ പെട്ടി പ്രളയജലത്തിൽ ആടി ഉലഞ്ഞു. അപ്പോഴാണ് നോഹയ്ക്ക് ആ പെട്ടകത്തിൻ്റെ യഥാർത്ഥ ഉപയോഗം മനസ്സിലായത്. ഏതാണ്ട് 1 വർഷം നോഹയുടെ കുടുംബവും മൃഗങ്ങളും ആ പെട്ടിക്കുള്ളിൽ കഴിഞ്ഞു. അതിനിടയിൽ പ്രളയം മാറി. നോഹയും കുടുംബവും ആ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നു. താൻ ചെയ്ത ആ വലിയ പ്രൊജക്റ്റ് ഒരു വൻ വിജയമായിരുന്നുവെന്ന് നോഹയ്ക്ക് തോന്നേണ്ടതാണ്. കാരണം നോഹ ആ പെട്ടകം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ നോഹയുടെ കുടുംബമോ പെട്ടകത്തിൽ കയറിയ മൃഗങ്ങളോ രക്ഷപ്പെടുമായിരുന്നില്ല. എൻ്റെ പ്രൊജക്റ്റ് വൻ വിജയമായിരുന്നു എന്ന് പറഞ്ഞ് നോഹയ്ക്ക് അഭിമാനിക്കാമായിരുന്നു. ഞാനില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെയൊക്കെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് മറ്റുള്ളവരോട് നോഹയ്ക്ക് വീമ്പിളക്കാമായിരുന്നു. പക്ഷേ നോഹ അത് ചെയ്തില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ മഴയും പ്രളയവും എങ്ങനെയായിരിക്കുമെന്ന് പെട്ടകം പണിയും മുമ്പ് നോഹയ്ക്ക് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. മഴ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് തനിക്ക് അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലായത്. ബൈബിൾ പറയുന്നത് ആ പ്രളയം ദൈവത്തിൻ്റെ കോപമായിരുന്നു എന്നാണ്. തനിക്ക് പെട്ടകം പണിയാൻ നിർദ്ദേശം തന്ന, തന്നോട് കൃപ കാണിച്ച ദൈവത്തിൻ്റെ കോപത്തിൻ്റെ അളവ് എന്താണെന്ന് നോഹയ്ക്ക് മുമ്പറിയില്ലായിരുന്നു. ഈ ഭൂമിയെ മുഴുവൻ നശിപ്പിച്ച പ്രളയം കണ്ടപ്പോഴാണ് ദൈവത്തിൻ്റെ കോപം എന്താണ് എന്ന് നോഹ മനസ്സിലാക്കിയത്. രണ്ടാമത്, ദൈവത്തിൻ്റെ ശിക്ഷാവിധിയായ പ്രളയത്തെ അതിജീവിക്കാൻ ഈ പെട്ടകം എങ്ങനെ ഉപകരിക്കുമെന്നും നോഹയ്ക്കറിയില്ലായിരുന്നു. പ്രളയം കഴിഞ്ഞ് പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മാത്രമാണ് പെട്ടകം ദൈവത്തിൻ്റെ മാത്രം പദ്ധതിയാണ് എന്ന് നോഹയ്ക്ക് മനസ്സിലായത്. നോഹ ദൈവം പറഞ്ഞത് അനുസരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് നോഹ ആ പെട്ടകത്തിൻ്റെ ക്രെഡിറ്റ് സ്വയം എടുക്കാതിരുന്നത്. പെട്ടകത്തിൽ നിന്നും ഇറങ്ങിയ നോഹ ആദ്യം ആഘോഷിക്കുകയായിരുന്നില്ല, മറിച്ച് ദൈവത്തിന് നന്ദി കാണിക്കാനായി ഒരു യാഗമർപ്പിക്കുകയായിരുന്നു. ദൈവം എങ്ങനെ തൻ്റെ കോപത്തിൽ നിന്നും രക്ഷിച്ചു എന്ന് മനസ്സിലാക്കുന്നവർ ദൈവത്തിന് നന്ദി പറയും. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0880221957 എന്ന നമ്പർ ഉപയോഗിക്കുക.